നമസ്കാരം. പഴനിയിലാണ്. നമ്മുടെ 1-ാം തീയതി 30-ാം തീയതി 1-ാം തീയതി ഒരുക്കങ്ങളുടെ ഭാഗമായി ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി എത്തിയതാ. എന്നിട്ട് വ്രതം തുടങ്ങി. കണ്ടില്ലേ, കയ്യിൽ ചരട്ടൊക്കെ കെട്ടി കാപ്പ് കെട്ടുകയെന്ന് പറയും അവിടെ. ഇന്ന് പോയി മുരുകനൊക്കെ പ്രാർത്ഥിച്ച് പൂജിച്ച് ചരട് കെട്ടി വ്രതം ആരംഭിച്ചു. എല്ലാവരും ആരംഭിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. അപ്പോൾ ഇനി വ്രതത്തിൽ എന്താ ചെയ്യാന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരുപാട് പേര് ഇതെന്നെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ വ്രതം എടുക്കുക, നോൺ കഴിക്കാതിരിക്കുക, 2 നേരം ഭക്ഷണം കഴിക്കുക, 2 നേരം ഭക്ഷണം കഴിക്കുക, 1 നേരം കഴിക്കണമെങ്കിൽ 1 നേരം കഴിക്കുക, അല്ല 3 നേരം ഭക്ഷണം കഴിക്കാനേ പറ്റുള്ളൂ എന്ന് കരുതി അങ്ങനെ കഴിക്കുക, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഇത് കഴിക്കുക. അങ്ങനെ സൗകര്യമുള്ള പോലെ നിങ്ങൾക്ക് പറ്റാവുന്ന പോലെ ചെയ്യുക. 30-ാം തീയതി ഉപവാസം എടുക്കുക. രാത്രിയിലത്തെ ഭക്ഷണം നമ്മൾ എന്തായാലും ഒഴിവാക്കുക. അവിടെ വരുമ്പോൾ പറ്റാവുന്നവരായിട്ട്, അല്ലാത്തൊരു പുറത്ത് പോയിട്ട് പഴം എന്തെങ്കിലുമൊക്കെ കഴിച്ചോളൂ. വ്രതം, അതാണ് വ്രതം. അപ്പോൾ അത് വരുന്ന ആൾക്കാരും പരിപാടിക്ക് വരുന്ന ആൾക്കാരും ഇനി ലൈവിൽ കാണാൻ നിൽക്കുന്ന ആൾക്കാരും ഒക്കെ വ്രതം എടുക്കാൻ പറ്റിയ എല്ലാവരും വ്രതം എടുക്കുക. കാരണം ഈ യാഗത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മുടെ ഫംഗ്ഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, നമ്മൾ രജിസ്ട്രേഷനൊക്കെ നടത്തി 3000-ന് മേലെ ആൾക്കാർക്ക് നമ്മൾ രജിസ്ട്രേഷൻ അനുവദിച്ചു. അത് ഫുള്ളായി, വളരെ വേഗം തന്നെ ഫുള്ളായി. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് മാക്സിമം ഇനി അതിൽ വരെ കൊള്ളില്ല. ഒരു മാക്സിമം 1500 വരെ ഉള്ളിൽ, പുറത്ത് 1500, അതിന് മേലൊന്നും നമുക്ക് ഇനി ആഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് ബുദ്ധിമുട്ട്. അപ്പൊ രജിസ്റ്റർ ചെയ്തവരോട് എനിക്ക് ഒരു അഭ്യർത്ഥന ഉള്ളത്, നിങ്ങൾ ആരെങ്കിലും രജിസ്റ്റർ ചെയ്ത് വരാൻ പറ്റണില്ലെങ്കിൽ ഈ പറഞ്ഞ അനന്തുവിനെ സൂരജിനെയൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പൊ അത്ര ആൾക്കാർ നമുക്ക് പുറത്തുനിന്ന് എടുക്കാൻ പറ്റും, അവർക്കൊരു ചാൻസ് കിട്ടുമല്ലോ. അങ്ങനെ അതുകൊണ്ട് അല്ലാതെ നിങ്ങളെല്ലാവരും രജിസ്റ്റർ ചെയ്തവരാണ്, എല്ലാവരും വരണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. ആരും മുറകൊന്നും വേണ്ട, എല്ലാവരും വരണം. ചിലവർക്ക് ആരെങ്കിലും പറ്റിയെടുക്കും, ഇങ്ങനെ അറിയിച്ചാൽ വേറൊരാൾക്ക് അവസരം കിട്ടും. ആ ഒരു കാര്യം പറയണു. പിന്നെ പറയാനുള്ളത്, നമ്മുടെ ഏപ്രിൽ 30-ാം തീയതിയിലത്തെ പ്രോഗ്രാമാണ്. അത് നിങ്ങൾ ഏപ്രിൽ 30-ാം തീയതി വരുന്നു. മാക്സിമം നിങ്ങളെല്ലാവരും ഉച്ചയോടുകൂടിയൊക്കെ എത്തിയെന്ന് വിചാരിച്ചോളൂ. അങ്ങനെ എത്തണവരേട്ടാ. എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ കാര്യങ്ങളൊക്കെ റൂമൊക്കെ എടുത്ത് ഫ്രഷ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ആ ഹോളിലേക്ക് വരിക. 1 മണി തൊട്ട് നമ്മളവിടെ രജിസ്ട്രേഷൻ ആരംഭിക്കും. ഏപ്രിൽ 30-ാം തീയതി ഉച്ചയ്ക്ക് 1 മണി തൊട്ട് നമ്മൾ രജിസ്ട്രേഷൻ ആരംഭിക്കും. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ ചെന്നിട്ട് നിങ്ങളുടെ QR കോഡ് കാണിച്ചു കൊടുത്താൽ നിങ്ങളുടെ ഹോൾ നമ്പർ 1 അല്ലെങ്കിൽ ഹോൾ നമ്പർ 2. മുമ്പ് നമ്മൾ ടൈം വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു സ്ഥലത്ത് മാത്രമാണ് യാഗം നടത്തണത്. അപ്പോൾ നമ്മൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ, അപ്പം അത് വേണ്ട. ഞാൻ ശിവാടിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം 2 സ്ഥലത്ത് വെക്കാമെന്ന് സമ്മതിച്ചു. അപ്പൊ 2 സ്ഥലത്തായിട്ട് തന്നെ വെക്കുന്നുണ്ട്. അപ്പൊ റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഹോൾ നമ്പർ 1-ലേക്ക് 1500 വരെ കടത്താം, ഹോൾ നമ്പർ 2-ലേക്ക് 1500 വരെ കടത്താം. അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഏതാണ് ടൈം സ്ലോട്ട് കിട്ടുക, അതിനനുസരിച്ചിട്ടാണ് ഹോൾ നമ്പർ 1 and 2 നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അഭിഷേകം കാണുന്ന രീതിയിലാണ് കുറെ ആൾക്കാർ ചെയ്ത്, അവർക്ക് ഹോൾ നമ്പർ 1 ആണ് കിട്ടുക. അഭിഷേകം ചെയ്ത ആൾക്ക് അത് കണക്കൂട്ടി വെച്ചിട്ടുള്ളത്. അതായത് നമ്മൾ പുലർച്ച 6 മണി തൊട്ടുള്ള ഒരു ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ബുക്ക് ചെയ്തവർക്ക്, അതിന് മുമ്പ് പുലർച്ചെ 4 മണി വരെ ബുക്ക് ചെയ്തവർക്ക് ഹോൾ നമ്പർ 2 ആണ് കിട്ടുക. പക്ഷെ 2 സ്ഥലത്തും നമ്മൾ ഈ യാഗം ഗംഭീരമായിട്ട് നടക്കും. പിന്നെ അഭിഷേകം ഉള്ളിൽ വെച്ചിട്ടാവുന്നു മാത്രം. അപ്പൊ വീണ്ടും ഞാൻ പറയാണ്, ഏപ്രിൽ 30-ാം തീയതി എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഏപ്രിൽ 30-ാം തീയതി നിങ്ങൾ എവിടെ എത്തി? പഴനിമല എത്തി. ഉച്ചക്കൊക്കെ എത്തിയ ആൾക്കാർ, വൈകുന്നേരം എത്തിയ ആൾക്കാർ അങ്ങനെ നടക്കട്ടെ. ഉച്ചക്കൊക്കെ എത്തിയ ആൾക്കാർ 1 മണിയോട് കൂടിയിട്ടൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഹോളിലേക്ക് വന്നാൽ രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിന്ന് നിങ്ങളുടെ QR കോഡ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടിക്കറ്റ് തരും. അവർ ഹോൾ നമ്പർ 1 എഴുതിയതോ ഹോൾ നമ്പർ 2 എഴുതിയതോ ഇതിലേതെങ്കിലും ഒരു ടിക്കറ്റ് തരും. ഒന്ന് നീല കളറാണ്, ഒന്ന് ചുവപ്പ് കളറാണ്. ആ ടിക്കറ്റ് മേടിച്ചിട്ട് നിങ്ങൾക്ക് പോവാം നിങ്ങളുടെ കാര്യങ്ങൾക്ക്. കാരണം നിങ്ങൾക്ക് ആ ടിക്കറ്റിന്റെ ആവശ്യം അടുത്ത ദിവസം പുലർച്ചയിൽ ഹോമത്തിന് വരുമ്പോൾ മാത്രമേ ആവശ്യമുള്ളൂ. അത് കൈ പിടിച്ച് നിങ്ങൾക്ക് പോവാം. പക്ഷേ പോയി കഴിഞ്ഞ ആൾക്കാർ 1 മണി തൊട്ട് 6 മണി ഒരു 5:30 വരെ രജിസ്ട്രേഷൻ നടക്കും. ഉച്ചയ്ക്ക് ഏപ്രിൽ 30-ാം തീയതി 1 മണി തൊട്ട് 5:30 വരെ. 5:30 കഴിഞ്ഞാൽ നമ്മൾ രജിസ്ട്രേഷൻ തൽക്കാലം നിർത്തിവെക്കും. കാരണം 6 മണി തൊട്ട് നമ്മുടെ പരിപാടികൾ ഹോളിൽ ആരംഭിക്കും. അതായത് ഒരു ആത്മീയ സമ്മേളനം ആരംഭിക്കും. അത് ഹോളിൽ ആരംഭിക്കുമ്പോൾ ആ സമയത്ത് രജിസ്ട്രേഷൻ ഇല്ല. ആദ്യം ആര് വരുന്നോ അവർക്ക് ഹോളിൽ വന്നിരിക്കാം. ഒരു 1500 പേര് ആയിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരുത്താൻ പറ്റില്ല. അപ്പൊ നമ്മൾ പുറത്തെ ഹോളിൽ ആൾക്കാരെ ഇരുത്തും. അവർക്ക് LED സ്ക്രീനിലാണ് നമ്മുടെ ആത്മീയ സമ്മേളനം കാണാൻ പറ്റുള്ളൂ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, കസേര ഇട്ടിരിക്കാൻ പറ്റും. മറ്റുള്ളിലുള്ള ആൾക്കാർ നിലത്തിരിക്കണം. പുറത്ത് 2ാമത്തെ ഹോളിൽ പുറത്തുള്ള ആൾക്കാർക്ക് കസേര ഇട്ടിട്ടുണ്ട്, അടിയിൽ മാറ്റ് വിരിച്ചിട്ടുണ്ടാവും, ഷാമിയാൻ ഇട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ആ വക ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നേരിട്ട് സ്ക്രീനിൽ കാണാൻ മുമ്പിൽ വലിയൊരു LED സ്ക്രീനിൽ
നിങ്ങൾക്ക് ഈ ആത്മീയ സമ്മേളനത്തിൽ നമ്മുടെ പ്രമുഖ വ്യക്തികളൊന്ന് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റും. ഉള്ളിലത്തെ ആൾക്കാർക്ക് നേരിട്ടത് കേൾക്കാൻ പറ്റും. അപ്പൊ അതിൽ രജിസ്ട്രേഷൻ ഏപ്രിൽ, ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഏപ്രിൽ 30 രജിസ്ട്രേഷൻ ആവശ്യമില്ല. 1-ാം തീയതി യാഗത്തിന് രജിസ്ട്രേഷൻ നിർബന്ധമായി ആവശ്യമുണ്ട്. അതിനനുസരിച്ച് ഉള്ളിലേക്ക് കടത്തുള്ളൂ. ഏപ്രിൽ 30 ആദ്യം ആര് വരുന്നു ഹോളിലേക്ക് കടത്തുള്ളൂ. നമ്മൾ 5 മണി തൊട്ട് ഹോളിലേക്ക് എൻട്രി ആരംഭിക്കും. 5 മണി തൊട്ട്. അപ്പൊ 1 മണിക്ക് വന്ന് നമ്മൾ രജിസ്ട്രേഷൻ കൗണ്ടറിൽ തന്നെ ടിക്കറ്റ് മേടിച്ച് പുറത്ത് പോയിട്ട് നിങ്ങൾക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് 5 മണിയോടുകൂടി എത്തിയാൽ മതി. 5:05 എത്തിയാലും മതി. പക്ഷെ 5 മണി തൊട്ട് നമ്മൾ രജിസ്ട്രേഷൻ ഉള്ളിലേക്ക് ആളെ പ്രവേശിപ്പിക്കും. മെയിൻ ഹാളിലേക്ക് അത് ആദ്യം എത്തുന്നു അവരെ പ്രവേശിപ്പിക്കും. അത് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെയുള്ളവർക്ക് 2ാമത്തെ ഹാളിൽ പ്രവേശനം നടത്തും. 6 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ സമ്മേളനം ആരംഭിക്കും. അത് നമ്മൾ ആരംഭിക്കുമ്പോൾ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞ് നമ്മുടെ പ്രമുഖ വ്യക്തികൾ വരുന്നുണ്ട്. നമ്മുടെ വിദ്യാസാഗർ ഗുരുമൂർത്തി വരുന്നുണ്ട്, യുവരാജ് ഗോകുല് വരുന്നുണ്ട്, ചണ്ടാള ബാബു വരുന്നുണ്ട്, തുളസി ചേട്ടൻ വരുന്നുണ്ട്, പിന്നെ വിജി തമ്പി ചേട്ടൻ വരുന്നുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാർ, നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരെല്ലാം സ്വീകരിച്ചിരുത്തി നമുക്ക് ആത്മീയ സമ്മേളനം ഒരു നിലവിളക്കൊക്കെ കൊളുത്തി ആരംഭിക്കാം. അപ്പൊ പിന്നെ അവരുടെ പ്രഭാഷണങ്ങൾ, അവരുടെ അനുഭവങ്ങളും അവരുടെ അറിവുകളും നിങ്ങളായിട്ട് പങ്കുവെക്കുന്ന പ്രഭാഷണങ്ങൾ ആ സമയത്ത് ഉണ്ടായിരിക്കും. ഈ പരിപാടി ലൈവായിട്ടുണ്ടാവുന്നതാണ്. വരാൻ പറ്റാത്തവർക്ക് ഏപ്രിൽ 30-ാം തീയതി 6 മണി തൊട്ടുള്ള ലൈവ് പ്രോഗ്രാം LMRK ചാനലിലും കാണാൻ പറ്റും, ABC ചാനലിലും കാണാൻ പറ്റും. വടയാർ സുനിൽ വരുന്നുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ഒരു പ്രഭാഷണം, സജീവ് സോമൻ, ഇവരെല്ലാവരും ഉണ്ട്, കുറെ പേരുണ്ട്. അപ്പൊ അവരുടെയൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോ അത് ലൈവായിട്ടുണ്ട്. ABC ചാനലുണ്ട്, നമ്മുടെ LMRK ചാനലിലും ലൈവായിട്ട് കാണാൻ പറ്റും. അപ്പൊ വരാൻ പറ്റാത്തവർ അത് കാണുക. ഇവിടെ എത്തിയവര് 5 മണി തൊട്ട് ഹോളിലേക്ക് എൻട്രി ആണ്. ഹോള് ആദ്യം ആരെത്തണോ അവരെ എൻട്രി ആക്കണു. ആ ഹോളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രജിസ്ട്രേഷൻ നോക്കുന്നില്ല. ആ ഹോള് നിറഞ്ഞാൽ പിന്നെ 2ാമത്തെ ഹോളിൽ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും. അവിടെ ആത്മീയ സമ്മേളനം 6 മണിക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ ആരംഭിക്കുന്നതാണ്. അപ്പൊ ആ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ ഒരു 20-25 മിനിറ്റ്, ഒരു അരമണിക്കൂർ കൂട്ടിയോളൂ. അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ ആണ്. അപ്പൊ ഈ പ്രോഗ്രാം 6 മണിക്ക് ആരംഭിക്കണു. ഒരു 8-8:15 കൂടിയിട്ട് കഴിയണമെന്ന് വിചാരിച്ചോളൂ ആത്മീയ പ്രഭാഷണം. അത് കഴിഞ്ഞ ഒരു അരമണിക്കൂർ ആ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഈ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ ഹോൾ നമ്പർ ഫസ്റ്റ് ഹോളിൽ ഉള്ളിലിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നടത്തുക. 1500 പേർക്ക്. ആ ഒരു അരമണിക്കൂറിന്റെ പരിപാടി കഴിഞ്ഞാൽ ഈ ഉള്ളിലിരിക്കുന്ന ആൾക്കാരെ പുറത്തേക്ക് ആക്കിയിട്ട് അവരുടെ പുറത്തേക്ക് മാറ്റിയിട്ട് പുറത്തിരിക്കുന്ന ആൾക്കാരെ ഉള്ളിലേക്ക് 1500 പേര് കയറ്റി 2ാമത്തെ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ നടത്തും. അപ്പോൾ ഒരു 8:15, 8:45, 9:00 കൂടിയിട്ട് നമ്മുടെ ഏപ്രിൽ 30-ാം തീയതിയിലത്തെ പ്രോഗ്രാം ഭംഗിയായിട്ട് അവസാനിക്കും. അപ്പൊ ഒന്നുകൂടി പറയാം, 5 മണിക്ക് ഹോളിലേക്ക് പ്രവേശനം. ആ ഹോൾ നിറഞ്ഞു കഴിഞ്ഞാൽ 2ാമത്തെ ഹോളിൽ എല്ലാവരും ഇരുത്തും. അവർക്ക് LED സ്ക്രീനിൽ കാണാൻ പറ്റും. നമ്മുടെ പതിവാള് ആത്മീയ സമ്മേളനം 6 മണിക്ക് ആരംഭിക്കും. ഒരു 8:15 കൂടിയിട്ട് പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും കഴിഞ്ഞ് നമ്മുടെ അരമണിക്കൂർ ആദ്യത്തെ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ കഴിയും. ആ ഹോളിലെ ആൾക്കാരെ പുറത്താക്കിയിട്ട് 2ാമത്തെ ഹോളിലുള്ള ആൾക്കാരെ ഉള്ളിലേക്ക് കയറ്റി 2ാമത്തെ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ കഴിയും. ഒരു 9:15 കൂടി നമ്മുടെ ഏപ്രിൽ 30-ാം തീയതിയിലത്തെ പ്രോഗ്രാം കഴിയുന്നതാണ്. ഈ പ്രോഗ്രാമിന് നമ്മൾ രജിസ്ട്രേഷൻ നോക്കാതെയാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ആദ്യം എത്തുന്ന ആൾക്കാർക്ക് ആദ്യം പ്രവേശിക്കാം. ഇനിയിപ്പോ 2ാമത്തെ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ കഴിഞ്ഞ് ഇനി കുറെ ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ടെങ്കിൽ 3ാമത്തെ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ നമ്മൾ നടത്തും. കാരണം നിങ്ങളെ സംതൃപ്തിപ്പെടുത്തുകയാണ് നമ്മുടെ ആവശ്യം, നമ്മുടെ ആഗ്രഹം. അപ്പൊ ഞാൻ അതിന് തയ്യാറാണ്. അപ്പൊ 3ാമത്തെ ആൾക്കാർക്കും നടത്തും. അത് ഒരു ഇതല്ല. പക്ഷെ ആദ്യം വരുന്ന ആൾക്കാർക്കാണ് പ്രവേശനം. ഇതാണ് ഏപ്രിൽ 30-ന്റെ പ്രോഗ്രാമിന്റെ രത്ന ചുരുക്കം. ഇതും ലൈവായിട്ട് നമ്മുടെ LMRK ചാനലിലും നമ്മുടെ ABC ചാനലിലും ഉണ്ടാവും. വേറെ ഏതെങ്കിലും ചാനലിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് പറയുന്നതായിരിക്കും. അത് ആ സമയത്ത് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ഗ്രൂപ്പിൽ ലൊക്കേഷനൊക്കെ എല്ലാ ഡീറ്റെയിൽസും ഇനിയുള്ള ദിവസങ്ങളിൽ ഇടാം. ഓക്കെ. ഇനി അടുത്ത ദിവസത്തെ പരിപാടിയാണ്. അതാണ് നമ്മുടെ മഹാഹോമം, അഗ്നി മഹാഹോമം. നമ്മുടെ മുരുകഭഗവാന്റെ
പടയാളികൾക്കുള്ള വീരബാഹുവിനും നവവീരർക്കും മൗര്യ സാമ്രാജ്യത്തിനും സുഭാഷ് ചന്ദ്രബോസിനും ചാണക്യനും അശോകാന്റെ അങ്ങനെ ഇന്ത്യൻ ഇലുമിനാറ്റിക്കും നടത്തുന്ന മഹാഹോമം. അതൊരു ഹോമത്തിന്റെ അനുഗ്രഹം നമ്മളെല്ലാം മൃഗസേനയ്ക്കാണ് ലഭിക്കാൻ പോകുന്നത്, നമ്മുടെ എല്ലാമാർക്ക് പടയാളികൾക്ക്. അപ്പൊ ആ മഹാഹോമത്തിൽ പുലർച്ചെ 4 മണിക്ക് ആരംഭിക്കും. ഇവിടെ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. 3 മണി തൊട്ട് രജിസ്ട്രേഷൻ കൗണ്ടറിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കും. അപ്പൊ രജിസ്ട്രേഷൻ കൗണ്ടർ ഞാൻ പറഞ്ഞു ഏപ്രിൽ 30 1 മണി തൊട്ട് 5:30 വരെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ അത് ഓപ്പൺ ആയിരിക്കും, നിങ്ങൾക്ക് വന്ന് പോവാം എന്നുള്ളത്. അതേമാതിരി രാത്രി നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 മണിക്കൂർ ഓപ്പൺ ചെയ്ത് വെക്കും. അതായത് 9:30 തൊട്ട് 10:30 വരെ രാത്രി വീണ്ടും രജിസ്ട്രേഷൻ കൗണ്ടർ ഓപ്പൺ ചെയ്യും. അപ്പൊ രജിസ്ട്രേഷൻ കൗണ്ടറിൽ ബാക്കിയുള്ളവർ ഉച്ചയ്ക്ക് ഒന്നും ചെയ്യാത്ത ആൾക്കാർക്ക് നിങ്ങളുടെ QR കോഡ് കാണിച്ചു കൊടുത്ത് ടിക്കറ്റ് മേടിക്കുന്നതായിരിക്കാം. അടുത്ത ദിവസം പുലർച്ചെ 3 മണി തൊട്ട് അഗൈൻ രജിസ്ട്രേഷൻ കൗണ്ടർ ഓപ്പൺ ചെയ്യും. അപ്പൊ ഇത് 2 വട്ടം ചെയ്യാത്ത ആൾക്കാർ, ഇപ്പൊ രാത്രി കുറെ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് 3 മണിക്ക് വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പോയിട്ട് രജിസ്ട്രേഷൻ കൗണ്ടറിൽ പോയിട്ട് നിങ്ങൾ QR കോഡ് കാണിച്ചു കൊടുത്താൽ നിങ്ങളുടെ ഹോൾ നമ്പറിന് ടിക്കറ്റ് കിട്ടും. ആ ടിക്കറ്റ് കാണിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഹോൾ നമ്പർ 1 ആണെങ്കിൽ ഹോൾ നമ്പർ 1, ഹോൾ നമ്പർ 2 ആണെങ്കിൽ ഹോൾ നമ്പർ 2ലേക്ക് നിങ്ങളെ എൻട്രി ചെയ്യിക്കും. നിങ്ങൾക്ക് അവിടെ ഇരിക്കാം. 4 മണി ആവുമ്പോൾ 2 സ്ഥലത്തും ഒരേ സമയം നമ്മുടെ മഹാഹോമം അതിഗംഭീരമായിട്ട് ആരംഭിക്കും. തഞ്ചാവൂരിൽ നിന്നുള്ള ശരവണ അയ്യർ അവരുടെ ഗ്രൂപ്പാണ് അത് ചെയ്യുന്നത്, എല്ലാ പ്രാവശ്യം നമുക്ക് ചെയ്യണ പോലെ. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ആ ഹോമത്തിൽ നെയ്യ് സമർപ്പിക്കും. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ നെയ്യ് സമർപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ 50 ഗ്രാമിന് നെയ്യ് കൊണ്ട് തലേ ദിവസം വന്ന് നമ്മുടെ ഇവിടെ കൊടുക്കുക. നമ്മുടെ വളണ്ടിയേഴ്സിന്റെ കയ്യിൽ, എല്ലാമാർക്ക് ഗ്രൗണ്ട് ഫോഴ്സിന്റെ കയ്യിൽ കൊടുത്താൽ മതി. 50 ഗ്രാമിന്റെ മതി, കൂടുതൽ വലുത് കൊണ്ടുവരേണ്ട, നമുക്കത് ബുദ്ധിമുട്ടാണ് സ്വീകരിക്കാൻ. 50 ഗ്രാമിന്റെ ഡെപ്പി മേടിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവർക്കും നെയ്യ് സമർപ്പിക്കാൻ വേണ്ടി അവിടെ ഗ്രൗണ്ട് ഫോഴ്സ് ടീമിന്റെ കയ്യിൽ കൊടുക്കാവുന്നതാണ്. അവർ നെയ്യ് സ്വീകരിച്ചിട്ട് അടുത്ത ദിവസം, അതായത് ഏപ്രിൽ 30 നെയ്യ് സമർപ്പിക്കാൻ കൊടുക്കണം. അവർ സ്വീകരിച്ച് മെയ് 1 നടത്തുന്ന മഹാഹോമത്തിൽ ആ നെയ്യ് സമർപ്പിക്കുന്നതാണ്. അപ്പൊ നമുക്ക് പ്രാർത്ഥിച്ച നെയ്യ് ചെറിയ ഡെപ്പിയിൽ 50 ഗ്രാമിന്റെ ഡെപ്പിയിൽ കൊണ്ടുവരാം. അപ്പൊ നിങ്ങൾ വരുന്നു, 4 മണിക്ക് എത്തുന്നു. 4 മണിക്ക് എല്ലാവർക്കും, അതായത് 6 മണിക്ക് രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്കും 4 മണിക്ക് വരാം. കാരണം ഇപ്പോൾ നമ്മൾ 2 സ്ഥലത്തും ഒരേ സമയം യാഗം നടത്തുകയാണ്. അപ്പൊ 6 മണി ആവാൻ വെയിറ്റ് ചെയ്യണ്ട. 4 മണിക്ക് വരുന്ന എല്ലാവർക്കും 4 മണിക്ക് വരാം. ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾക്ക് യാഗം നടത്താം. കാരണം 2 സ്ഥലത്താണ് ഈ യാഗം നടത്തുന്നത്. അപ്പൊ നിങ്ങളുടെ ടൈം സ്ലോട്ട് ഇല്ല, ശ്രദ്ധിക്കുക, ടൈം സ്ലോട്ട് ഇല്ല. പകരം ഹോൾ 1 and 2 ആണ്. അത് 4 മണി തൊട്ട് എല്ലാവരും പ്രവേശിപ്പിക്കുന്നതാണ്. രജിസ്ട്രേഷൻ കൗണ്ടറിൽ 30 1 മണി തൊട്ട് 5:30 വരെ നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കാം. ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കാം. അത് കഴിഞ്ഞ് രാത്രി 9:30 തൊട്ട് 10:30 വരെ ചെയ്യാം. അതും ചെയ്യാൻ പറ്റാത്തവർക്ക് പുലർച്ചെ 3 മണി തൊട്ട് രജിസ്ട്രേഷൻ കൗണ്ടർ ഓപ്പൺ ആയിരിക്കും. അവിടെ ചെന്ന് നിങ്ങളുടെ കൗണ്ടർ ഫോയിൽ വാങ്ങി ഏത് ഹോളിലാണോ നിങ്ങൾക്ക് പ്രവേശനം കിട്ടിയ ആ ഹോളിൽ പോയിട്ട് ഇരിക്കാവുന്നതാണ്. 4 മണിക്ക് നമ്മുടെ മഹാഹോമം ആരംഭിക്കും. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുക. എല്ലാവിധ പ്രാർത്ഥനകളും മുരുകന് സമർപ്പിച്ച് ഈ മഹാന്മാർക്കൊക്കെ, ഞാൻ പറഞ്ഞ മുച്ചുകുന്ദ ചക്രവർത്തി, സുഭാഷ് ചന്ദ്രബോസ്, ചാണക്യൻ, മൗര്യ സാമ്രാജ്യം, സുഭാഷ് ചന്ദ്രബോസ്, പിന്നെ നമ്മുടെ വീരമോഹനും നവവീരനും മുരുകപ്പടയ്ക്കും നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് ഭഗവാന്റെ എല്ലാ അനുഗ്രഹം കിട്ടാൻ വേണ്ടി നിങ്ങൾ ആ യാഗത്തിൽ പങ്കെടുത്ത് നിങ്ങൾ കൊണ്ടുവന്ന 50 ഗ്രാമിന്റെ നെയ്യ് അവിടെ സമർപ്പിക്കുന്നതും കണ്ട് അവസാനം യാഗം കഴിഞ്ഞ് എന്താ പറയാ മുരുകന്റെ വിഗ്രഹത്തിൽ അഭിഷേകവും കണ്ട് അപ്പോഴേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആരംഭിച്ചിട്ടുണ്ടാവും. 7 മണി തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആരംഭിക്കും. നിങ്ങൾ വന്നിരിക്കുമ്പോൾ 4 മണിക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും 4-4:30 എല്ലാവർക്കും ഒരു ചായ കൊടുക്കാവുന്ന, കാരണം ആ സമയത്ത് ഒരു ചായ കുടിക്കുന്നത് എല്ലാവർക്കും ഒരു ഉഷാറായിരിക്കും. അതിനുള്ള സൗകര്യം നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കുടിക്കാനുള്ള വെള്ളം നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കും നമ്മുടെ എല്ലാമാർക്ക് ഗ്രൗണ്ട് ഫോഴ്സ് ടീം. അത് കഴിഞ്ഞാൽ 7 മണി തൊട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആരംഭിക്കും. തലേദിവസം രാത്രി ഭക്ഷണമില്ല, നമ്മളെല്ലാവരും ഉപവാസത്തിലാണ്, പ്രത്യേകം ഓർമ്മിക്കുക. തീരെ പറ്റാത്തവര് നമ്മൾ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ചോളും. മാക്സിമം എല്ലാവരും ഉപവാസം നടത്തുക. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് 7 മണി തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യും. അപ്പൊ യാഗത്തിന്റെ ഇടയിൽ കുറച്ച് ആൾക്കാർക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാം, ഒന്ന് തിരിച്ച് യാഗത്തിൽ വീണ്ടും പങ്കെടുക്കാം. നമ്മൾ 10 മണിയാകുമ്പോൾ യാഗം കഴിയുമ്പോഴേക്കും ഒരുപാട് ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. പോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്ന് 10 മണിയാകുമ്പോഴേക്കും നമ്മുടെ യാഗം ഗംഭീരമായി ഭഗവാന്റെ അനുഗ്രഹത്താൽ നടത്തി ഭഗവാന്റെ അനുഗ്രഹം നമുക്കും
നമ്മുടെ പരമ്പരയ്ക്കും കിട്ടാവുന്ന രീതിയിൽ, നമ്മുടെ ദൗത്യത്തിനും കിട്ടാവുന്ന രീതിയിലുള്ള അനുഗ്രഹം സ്വീകരിച്ച് സന്തോഷത്തോടു കൂടി നമുക്ക് നമ്മുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോവാം. ഇപ്പൊ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ഒന്നും കൂടി പറയാം. വ്രതം ആരംഭിക്കുക, നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ വ്രതം എടുക്കുക. 10 ദിവസം വ്രതം. ഏപ്രിൽ 30 നിങ്ങൾ വരിക. ഉച്ചയ്ക്ക് വരുന്ന ആൾക്കാർ നേരെ ഹോളിൽ വന്നിട്ട് രജിസ്ട്രേഷൻ കൗണ്ടറിൽ പോയിട്ട് നിങ്ങൾക്ക് ഏത് QR കോഡ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏത് കൗണ്ടർ ഫോയിലാണ് കിട്ടുക, ഏത് ഹോളിൽ അത് സ്വീകരിക്കാം. 5 മണിയാകുമ്പോഴേക്കും നമ്മൾ തിരിച്ചു വരിക. 5 മണിയാകുമ്പോൾ നമ്മൾ ഹോളിലേക്ക് പ്രവേശനം, നമ്മുടെ ഏപ്രിൽ 30 ആത്മീയ സമ്മേളനത്തിന്റെയും പിന്നെ നമ്മുടെ ലൈറ്റ് ബോഡി മെഡിറ്റേഷനിലേക്കുള്ള പ്രവേശനം 5 മണിക്ക് ഹോളിലേക്ക് നടത്തും. ആദ്യം എത്തുന്ന 1500 വരെ ഫസ്റ്റ് ഹോളിൽ ഇരുത്തും. പിന്നെ വരുന്നവർ സെക്കൻഡ് ഹോളിൽ ഇരുത്തും. ഫസ്റ്റ് ഹോളിൽ ഇരിക്കണവർക്ക് നേരിട്ട് കാണാൻ പറ്റും, സെക്കൻഡ് ഹോളിൽ ഇരിക്കണവർക്ക് വലിയ LED TV കാണാൻ പറ്റും. 6 മണിയാകുമ്പോൾ നമ്മൾ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും നമ്മുടെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ പ്രസംഗവും പ്രഭാഷണങ്ങളും ആരംഭിക്കും. നമ്മുടെ ആത്മീയ സമ്മേളനം ആരംഭിക്കും 8:15 അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ, ഫസ്റ്റ് ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ നടക്കും. അത് കഴിഞ്ഞ് ആദ്യത്തെ ഹോളിലത്തെ ആൾക്കാരെ പുറത്തേക്കാക്കി രണ്ടാമത്തെ ഹോൾക്കാരെ ഉള്ളിലാക്കിയിട്ട് രണ്ടാമത്തെ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ നടത്തും. പിന്നെ ആൾക്കാരുണ്ടെങ്കിൽ അടുത്ത ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ നടക്കും. നിങ്ങൾക്ക് 9:30 തൊട്ട് അഗെയിൻ 1 മണിക്കൂറിനുള്ളിൽ വീണ്ടും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് QR കോഡ് വഴി കാണിച്ച് രജിസ്റ്റർ ചെയ്യാം. നമുക്ക് ആ ടിക്കറ്റ് മേടിക്കാം. അന്ന് ഉപവാസം നമ്മളെല്ലാവരും ഇരുത്തും. 4 മണി തൊട്ട് അടുത്ത ദിവസം 3 മണിയാകുമ്പോൾ വീണ്ടും രജിസ്ട്രേഷൻ കൗണ്ടർ ഓപ്പൺ ചെയ്യും. ഈ 2 സമയത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തവർക്ക് QR കോഡ് കാണിച്ചു കൊടുത്ത് ടിക്കറ്റ് മേടിക്കാൻ പറ്റാത്തവര് എഗെയിൻ 3 മണിയാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ കൗണ്ടറിൽ നിന്ന് QR കോഡ് കാണിച്ചു കൊടുത്ത് ഹോൾ നമ്പറിന്റെ ടിക്കറ്റ് മേടിച്ച് നിങ്ങൾക്ക് ഹോളിലേക്ക് പ്രവേശനം കിട്ടും. ഹോൾ നമ്പർ 1 ആൻഡ് ഹോൾ നമ്പർ 2 ഏത് ടിക്കറ്റാണ് നിങ്ങൾക്ക് കിട്ടിയ ആ ടിക്കറ്റ് കാണിച്ചു കൊടുത്താൽ ആ ഹോളിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം കിട്ടും. നിങ്ങൾ 50 ഗ്രാം നെയ്യ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തലേദിവസം സമർപ്പിക്കാം. ലൈറ്റ് ബോഡി അല്ല നമ്മുടെ എല്ലാ ഗ്രൗണ്ട് ഫോഴ്സ് ടീമിന് സമർപ്പിക്കാം. പിന്നെ ഒരു യാഗം 4 മണിക്ക് ആരംഭിക്കും. ഒരാഴ്ച ചായയൊക്കെ കുടിച്ചിരിക്കുക, യാഗത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു 7 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആരംഭിക്കും. കുറേശ്ശെ ആൾക്കാർ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തിരിച്ചു വരാം. 10 മണിയോടുകൂടി നമ്മുടെ യാഗം അതിഗംഭീരമായി നന്നായി സമാപിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രാർത്ഥിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിരിയാം. എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഹോളിലേക്കുള്ള ലൊക്കേഷനൊക്കെ ഗ്രൂപ്പിൽ ഇടാം. അപ്പോൾ നമ്മൾ ഒരുമിച്ച് അതിഗംഭീരമായി ഭഗവാന്റെ അനുഗ്രഹത്താൽ നമ്മൾ പഴനിമലയിൽ 14 മണ്ണിലിരുന്ന് മുരുകൻ സേനയ്ക്ക് കൊടുക്കുന്ന ആദരവ്, മൗര്യ സാമ്രാജ്യത്തിന് കൊടുക്കുന്ന ആദരവ്, ചാണക്യന് കൊടുക്കുന്ന ആദരവ്, സുഭാഷ് ചന്ദ്രബോസിന് കൊടുക്കുന്ന ആദരവ്, മുച്ചുകുന്ദ ചക്രവർത്തിക്ക് കൊടുക്കുന്ന ആദരവ്, എല്ലാവർക്കും മുരുകന്റെ അനുഗ്രഹം കിട്ടട്ടെ. സന്തോഷം, ഒരുപാട് സ്നേഹം എപ്പോഴും എപ്പോഴും. അപ്പൊ പഴനിമലയിൽ കാണാം, 30 കാണാം. ശരി ട്ടാ. ഓം ശരവണഭവായ നമഃ. ജയ് പഴനിയാണ്ടവാ.